ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇവിടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് യോഗ്യമാവുന്ന രീതിയിൽ നമ്മൾ അവനെ സ്തുതിക്കണം, അല്ലേ? ആമേൻ. യഹോവ നല്ലവനെന്ന് എത്ര സാക്ഷികളാണ് കേട്ടത്? We are not a bunch of idiots. We are not. അത് നമ്മളെ നന്മ കൊണ്ടൊന്നും അല്ല ഇഡിയറ്റ്സ് അല്ലാതായത്, അവന്റെ കൃപയാണ്. His grace. അവന്റെ കൃപയാണ്. ഞാൻ എത്ര ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്തൊക്കെ ലാപ്ടോപ്പിലൊക്കെ ആക്കി കൊണ്ടുവന്നു. ഇത് ഞാൻ വേദപുസ്തക പണ്ഡിതനല്ല, മലയാളം ഞാൻ ഇന്ന് വരെ എഴുതിയിട്ടില്ല. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ദൈവം സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നു. And he said, just close this and tell them what I'm giving you. So my God is good. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും നിങ്ങൾ എന്നെ അറിയാനല്ല, എന്റെ കർത്താവിനെ ഒന്നുകൂടെ നന്നായി മനസ്സിലാക്കി. That's my desire. ഞാൻ ഇംഗ്ലീഷിൽ ഒരു പാട്ട് പാടുന്ന സമയമില്ലല്ലോ. This is my desire. ഞാൻ ശ്വാസം എടുക്കുമ്പോഴെല്ലാം ഒരു ഡിസയർ ഉണ്ട്, കർത്താവേ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു സെക്യുലർ ജോബില് ഫിസിക്സ് ഒക്കെ പഠിപ്പിച്ച് നാളെ അർത്ഥമില്ലാത്ത സാധനം പഠിപ്പിച്ച് പോയാൽ പോരാ. ജീവിക്കുന്ന വചനം തലമുറയുടെ മുമ്പില് എവിടെല്ലാം സാധിക്കും അവിടെല്ലാം. That's my desire. I want to do it. That's it. ദൈവം അങ്ങനെ നൽകുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. Pastor Wilson and all pastors here, God loves you. Whatever you're doing. നിങ്ങൾ കടന്നു പോകുന്നത് നാം എല്ലാം കടന്നു പോകുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ, അതിന്റെ കാലം തന്നെയാണ്. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ കടന്നു പോകുന്നത് it's really difficult. But there is a God in heaven who watches. യഹോവയുടെ കണ്ണ് ഭൂമിയിലുടനീളം കൂടാടി സഞ്ചരിക്കുന്ന എന്തിനാണെന്നറിയാമോ? To find those who are focused on. മലയാളത്തിൽ എങ്ങനെ ഏകാഗ്രചിതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, മലയാളം എഴുതിയിട്ടില്ലാത്ത ഞാൻ ഇന്ന് വരെ എഴുതിയിട്ടില്ല, പഠിച്ചിട്ടില്ല. സംസാരിക്കുന്ന എങ്ങനെ വെച്ചാൽ ദൈവത്തിന്റെ കൃപയാൽ സംസാരിക്കുന്നത്. തമിഴ്നാട്ടിലാണ് പഠിച്ചത് മുഴുവൻ, സെൻട്രൽ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ആയിരുന്നു. But God can do anything. I don't want to waste time in introductions. Certain part of testimony പറയണമെന്ന് കർത്താവിനോട് ഇരുന്നപ്പോൾ പറഞ്ഞത് ഞാൻ പറയാം. ദൈവം ജീവിക്കുന്നു, യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ച് അറിഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാം സാക്ഷ്യങ്ങളല്ലേ? ഞാൻ അവിടെ ദൈവം പറഞ്ഞു, just talk about 4 encounters that you had with me. 4 എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ എന്റെ ദൈവനെ കാണിച്ചു തന്നു. ഒന്ന്, ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നപ്പോ ഞങ്ങൾ ആരാധിച്ചിരുന്നത് കോശി പാസ്റ്ററുടെ ചർച്ചിലാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ ഉണ്ട്. 34 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണുകയാണ്. വേറെ അറിയും ഡിയർ വൺ, will you please stand up? Mr. Koshi, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ. I never sit down. Thank you. He never knew that I was coming. അറിയത്തില്ലായിരുന്നു പേരുകൊണ്ട്. I never knew that he was here. 34 വർഷം കഴിഞ്ഞപ്പോൾ എന്തിനാ ദൈവം ഞങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നത് അറിയാമോ? 13-ാമത്തെ വയസ്സിൽ നിക്കറിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആത്മാഭിഷേകം പ്രാപിച്ച് ആ പായലിരുന്ന് നിരങ്ങി മുട്ടിന്റെ പുറം തുനി പോകുമ്പോഴും അറിയാതെ ആരാധന കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നീറ്റല് സാക്ഷിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഒരുപറ്റം യൗവനക്കാര്. പഴയ തലമുറയ്ക്ക് മാത്രമുള്ളതല്ല, പുത്തൻ തലമുറയിൽ പഴയ തലമുറയിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അതുപോലെയുണ്ട്. അത് നമ്മുടെ യുവജനങ്ങളോട് നമ്മൾ വിളിച്ചു പറയണം. പ്രകടനം കൊണ്ടൊന്നും നടക്കത്തില്ല. ദൈവത്തിന്റെ ആത്മിക ശക്തി ഉള്ളിലാണ്. കാല് വീഴുക വെളിയിൽ വരുമ്പോൾ എന്താ കാര്യം? പൊട്ടിപ്പോയി ദൈവത്തിന്റെ അഭിഷേകം. വ്യാഖ്യാനത്തിന്റെ ആത്മാവ് ദൈവം ആ ചെറിയ പ്രായത്തിൽ എനിക്ക് തന്നതാണ്. ഉണ്ടോ വ്യാഖ്യാനം? നമ്മുടെ സഭകളിൽ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി വാഞ്ചിപ്പാനാ ദൈവവചനം പഠിപ്പിക്കുന്നത്? വലിയ ഗോപുരങ്ങൾക്ക് വേണ്ടി, വാഹനങ്ങൾക്ക് വേണ്ടി, വല്ല കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കണം. അത് തന്നെയാണ് ദൈവം എന്നോട് പറഞ്ഞത്. God showed me the words. Psalm 37. Please open your Bibles. Psalm 37 verses 3 and 4. അതാണ് ഈ കോൺഫറൻസിൽ കർത്താവ് എന്നോട് സംസാരിക്കാൻ ഇവിടെ ഇരുന്നപ്പോൾ പറഞ്ഞത്. I never even read it, I never thought about it. 4 കാര്യങ്ങൾ ദൈവം എന്നെ കാണിച്ചു തന്നു. Trust in the Lord and do good. Hallelujah. Trust in the Lord. Oh my Jesus. Hallelujah. എന്റെ അമ്മ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മരിച്ചുപോയി, ക്യാൻസർ ആയിരുന്നു. എന്നാൽ ഞങ്ങൾ വരുന്ന മെയ് 2006 ഞങ്ങൾ വന്നത്. അതിന് 9 മാസം മുമ്പേ she was in the hospital on a ventilator for 9 days. ഞാൻ വളരെ സമ്മറൈസ് ചെയ്ത് പറയുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുന്നു.
13 വർഷങ്ങൾക്ക് ശേഷം ഫയൽ ചെയ്ത് 12.5 വർഷങ്ങൾ കാത്തിരുന്ന ശേഷം ഞങ്ങൾ അമേരിക്കയിലേക്ക് വരാൻ തുടങ്ങുകയാണ്. അതിന് 9 മാസം മുമ്പ് ഞങ്ങളെ കാണാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മമ്മി 9 ദിവസം വെന്റിലേറ്ററിലായപ്പോൾ ഈ ഹൂസ്റ്റണിൽ നടന്ന സംഭവമാണ്. 9ാമത്തെ ദിവസം മുസ്ലിം ആകുന്ന ഡോക്ടർ പറഞ്ഞു, ഇനി എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഒറ്റ ആഗ്രഹമേ മമ്മിക്കുള്ളായിരുന്നു, ഞങ്ങൾ വന്ന് ഇവിടെ നിന്ന് കാണണം. കാരണം മറ്റു 2 മക്കളും ഇവിടെ ഉണ്ട്, ഞങ്ങളോടൊന്ന് വന്ന് കാണണം. ജീവിതത്തിൽ എന്റെയും ആഗ്രഹം അതായിരുന്നു. അവിടെ ജീവിക്കാൻ വൈകില്ലാന്നല്ലോ, അപ്പനും അമ്മയും ഉള്ളിടത്ത് സഹോദരങ്ങളോട് ഒന്നിച്ചു വരണം ആഗ്രഹിച്ചിരിക്കുമ്പോൾ അന്ന് ഞങ്ങൾ ദോഹയിലാണ്. ദോഹയിലെ ഒരു അലക്സ് ബ്രദർ ഇവിടെ ഉണ്ട്. വേറെ ബ്രദർ or is he down maybe ICPF വളരെ പ്രവർത്തിച്ചിരുന്ന ഒരു സഹോദരൻ കുട്ടിയുണ്ട്. 9 മാസങ്ങളുള്ള സമയത്ത് ഇങ്ങനെ വെന്റിലേറ്ററിലായി ഞങ്ങൾക്ക് ഫെയർവെൽ അവിടെ ദോഹയിൽ തരികയാണ്. അന്നേരം നാട്ടിൽ പോയി വിസ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരാനുള്ള സമയമാണ്. സോ that is May 2006. എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലെ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ച രാത്രികളില്ല. ഒരു കാര്യം മാത്രം ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ നന്മകളൊന്നും പറയാനില്ല നാളെ, ഒന്നുമില്ല, മാത്രമല്ല. പക്ഷെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു തരണമേ കർത്താവേ. ഞാൻ വൈദ്യന്മാര് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. 8-9 ദിവസം ആയിക്കോട്ടെ, കുഴപ്പമില്ല കർത്താവേ. കർത്താവെ, നീ പറഞ്ഞില്ലേ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, വേദപുസ്തകത്തിലുണ്ട്. I said, God gave me that verse. I said, Lord, you said, if you believe in me, you can do greater things. ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിച്ചു, വെന്റിലേറ്ററിൽ എടുത്തു മാറ്റി. പപ്പ കരഞ്ഞുകൊണ്ടാണ് വെന്റിലേറ്ററിൽ എടുക്കാനുള്ള അവകാശം കൊടുക്കുന്നത്. മമ്മി ശ്വാസം എടുക്കാൻ തുടങ്ങി, വീണ്ടും ജീവിച്ചു. 9 മാസം ഞങ്ങളോട് കൂടെ ജീവിച്ചു. ഞങ്ങളൊരു വീട് വാങ്ങിക്കുന്നത് കാണുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചു. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം മാറ്റി. എന്തുകൊണ്ട് നാം ആരാധിക്കണം? ആ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം എന്താ പറയുന്നറിയോ? ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ ഇങ്ങനെ, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡു ഗുഡ്, നമ്പർ 1. നമ്പർ 2, dwell in the land and feed on his faithfulness. നമ്മുടെ faithfulness അല്ല, നമുക്കില്ല. Feed on his faithfulness. വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, അമ്മ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവൻ, നാം മാറിപ്പോയാലും നമ്മുടെ കുറവിലെ കണക്കിലെടുക്കാത്തവൻ. His faithfulness. Number 3, delight yourself in the Lord. നാം കൂടി വരുന്ന സ്ഥലം സെലിബ്രേഷന്റെ സ്ഥലമാണ് ദൈവമക്കളെ, അല്ലേ? നമ്മുടെ കർത്താവ് മരിച്ച് കല്ലറക്കകത്ത് ഇരിക്കുകയല്ല, ഉയർത്തെഴുന്നേറ്റ സെലിബ്രേഷൻ. എന്നെ ആരും ഭ്രാന്തരെന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. യുവജനങ്ങൾ ചിലപ്പോൾ അതൊക്കെ പറയുമായിരിക്കും. I don't care. Once I was a sinner. പാപത്തിന്റെ അകാരത്തിലേക്ക് വീഴേണ്ടിയിരുന്ന എന്നെ ഒരുപക്ഷെ ഡ്രഗ് അഡിക്റ്റ് പൊളിറ്റിക്സ്, ഞാൻ പത്തനംതിട്ട കോളേജിൽ പൊളിറ്റിക്സിനകത്ത് ചെന്ന് കയറി പഠനവും ഇന്നലെ ഒന്ന് പറഞ്ഞാലില്ലേ, പഠനവുമില്ലാതായി. എനിക്ക് ഒറ്റ കാര്യമുള്ള ആഗ്രഹം ഷൈൻ ചെയ്യണം. പെൺപിള്ളേരെല്ലാം എന്നെ അറിയണം. എനിക്ക് സ്വർഗം കിട്ടുന്ന പോലായിരുന്നു. 1977 to 1980 കാര്യം പറയുന്നത് തുറന്നേ പറയുക. അപ്പനും അമ്മയും കണ്ണുനീരൊഴുക്കിയാൽ അതിന് ഫലം ഇന്നില്ലെങ്കിലും തുരുത്തിയിൽ കരുതി വെക്കുന്ന ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അവന് പ്രതിഫലം നൽകും. അതിനൊരു പക്ഷെ താമസം വരുമായിരിക്കും. യു ഡോണ്ട് വറി. താഴെയുള്ളതിന് പറ്റും യൗവനക്കാരെടുക്കില്ലേ, ഒറ്റോർണം നഷ്ടമായി പോകത്തില്ല. നാം സേവിക്കുന്ന ദൈവത്തിന്റെ കൃപ, അതിൽ ഒരെണ്ണം. No matter how they are living, don't worry about it. They are teenagers, don't worry. അവർക്ക് കൊടുക്കേണ്ട ദൈവം കൊടുക്കുന്നുണ്ട്. അവർ നമ്മൾ പറയുന്ന ട്രഡീഷൻ ഒന്നും അതേപടി അനുസരിക്കുന്നതിന് സാരമില്ല. ഇതിനേക്കാൾ ശക്തമായി അവർ ആരാധിക്കും. ആവശ്യത്താൽ ഇവരിലെല്ലാവരും എഴുന്നേറ്റ് സാക്ഷ്യം പറയും, എന്റെ അപ്പനും അമ്മയും സേവിച്ച ദൈവത്തെ തന്നെ ധരിക്കുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്സിനകത്തായി പോയി പഠനവുമില്ലാതായി ഒന്നുമില്ലാതാകേണ്ടിയിരുന്ന എന്നെ ഇവിടെ ആൾക്കാരിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ ദൈവം കൊണ്ട് നിർത്തിയത് എന്തുകൊണ്ടാണ്? His faithfulness is great. ചിന്തിച്ചു നോക്കിയ ദൈവമക്കളെ, I don't know what to say because God is really filling me and saying one thing, God is great.